പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 164 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കഴിവിനും കനിവിനും 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയതിൽ 9ാമത്തെ ദൃഷ്ടാന്തം, അതാണ് നമ്മുടെ പഠന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദി ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദ്, വാനത്തിനും ഭൂമിക്കും ഇടയിൽ, ബൈനസ്സമാഇ വൽ അർദ് ഉള്ള അസഹാബിൽ മുസഖർ, മുസഖറായ സഹാബ്, അതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തീർത്തു പറയുന്നത്. എന്താണ് ഈ അസഹാബ് അൽ മുസഖർ? ഉദ്ദേശം കീഴ്പ്പെടുത്തപ്പെട്ടതായ, നിയന്ത്രണ വിധേയമായ, അല്ലെങ്കിൽ കെട്ടിത്തൂക്കാതെ, തൂണിലോ താങ്ങിലോ താങ്ങി നിർത്തപ്പെടാതെ ഉള്ള കാർമുകിലുകളാണ്, കാർമേഘങ്ങൾ. സഹാബ്, സഹബിൽ നിന്നാണ് വിൽപ്പന്നമായിട്ടുള്ളത്. സഹബ് വലിച്ചിഴക്കുന്നതിനെയാണ്, വലിച്ചു കൊണ്ടുവരുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഖദറിൻ്റെ വിഷയത്തിൽ മുശ്രിക്കുകൾ തർക്കിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച വചനമാണ്, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. മുഖം കുത്തിയവരായി നരകത്തീയിൽ അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം, നരകത്തീ സ്പർശനം ആസ്വദിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുന്ന ദിവസം. ഖദറിനെ നിഷേധിച്ചതിനാൽ ആ നിഷേധികൾക്കുള്ള ശിക്ഷയാണ് അള്ളാഹു ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ അള്ളാഹു ഖദറിനെ സ്ഥിരീകരിച്ച് പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാത്തിനെയും നാം ഖദർ പ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഖദറിനെ സ്ഥിരീകരിച്ച് അള്ളാഹു പറഞ്ഞതാണ്. ഇവിടെ വിഷയം അള്ളാഹുവിൻ്റെ ആ പ്രയോഗം, യൗമ യുസ്ഹബൂൻ, അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം. യുസ്ഹബൂൻ എന്നാൽ വലിച്ചിഴക്കുക. സഹബിൽ നിന്നാണ് ആ ക്രിയയും വിൽപ്പന്നമായിട്ടുള്ളത്. ഇതുപോലെ വേറെയും വചനങ്ങൾ, ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂന ഫിൽ ഹമീം, കയ്യാമങ്ങളും ചങ്ങലകളും അവരുടെ കഴുത്തുകളിൽ ഉണ്ടായിരിക്കും, ഹമീമിൽ അവർ വലിച്ചിഴക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അവിടെയും യുസ്ഹബൂൻ. ഞാൻ ഈ വചനങ്ങളെ ഉദ്ധരിച്ചത് സഹബിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വലിച്ചിഴക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് സഹാബ് വിൽപ്പന്നമായത്. കാറ്റ് കാർമേഘങ്ങളെ വലിക്കുന്നു, നയിക്കുന്നു. അതേപോലെ കാർമുകിലുകൾ ജലം പേറുന്നു, അത് വഹിക്കുന്നു, നയിക്കുന്നു. ഇതിനാലൊക്കെയാണ് കാർമേഘങ്ങൾക്ക് അസഹാബ് എന്ന പേര് വന്നത്. കാർമുകിലുകൾക്ക് വേറെയും പേരുകൾ വിശുദ്ധ വചനങ്ങളിൽ വന്നിട്ടുണ്ട്, തിരുമൊഴികളിലും വന്നിട്ടുണ്ട്. അവയുടെ ചില പ്രത്യേകതകളും സവിശേഷതകളും കാരണത്താൽ എന്താണ് കാർമുകിലുകളിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അതെങ്ങനെ എന്നത് ഈ തുടർച്ചയിൽ പഠിക്കുമ്പോൾ ആ പേരുകൾ നമുക്ക് ഇൻഷാ അല്ലാ ചിലതൊക്കെ ഇവിടെ പഠിച്ചു പോകാം ബിഇദ്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്സഹാബിൽ മുസഖർ, വിധേയമാക്കപ്പെട്ട, കീഴ്പ്പെടുത്തപ്പെട്ട, കൽപ്പനയ്ക്ക് വിധേയമായ നിലക്കുള്ള എന്നൊക്കെയാണ് അൽ മുസഖർ അർത്ഥമാക്കുന്നത്. കാർമേഘം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയ്ക്ക് വിധേയമായി സഞ്ചരിക്കും. സ്വമേധയാ കാർമേഘം അള്ളാഹുവിൻ്റെ ശാസനയ്ക്ക് വിധേയമാണ്. കൽപ്പനയ്ക്ക് വിധേയമായതിൻ്റെ ഒരു ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സംഭവം ഉദ്ധരിച്ചത്. മരുഭൂമിയിൽ ഒരു വ്യക്തി സഞ്ചരിക്കവേ സമിഅ സൗതൻ ഫി സഹാബത്തിൻ, കാർമേഘത്തിൽ ഒരു ശബ്ദം കേട്ടു എന്നാണ്. സഹാബത്ത് അഥവാ കാർമേഘം. എന്താ ശബ്ദം? ഇസ്ഖി ഹദീഖത ഫുലാനിൻ, ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ നനപ്പിക്കുക, കുടിപ്പിക്കുക എന്നാണ്. ഫതനഹ ദാലിക സഹാബ്, അതോടുകൂടി ആ സഹാബ്, കാർമേഘം, അതുള്ളയിടത്ത് നിന്ന് അല്പം മാറി. എന്നിട്ട് ഫഅഫ്റഗ മാഅഹു ഫി ഹറത്തിൻ,
ഒരു ഹറയിൽ എന്ന് പറഞ്ഞാൽ കറുത്ത കല്ലുകൾ പാകപ്പെട്ട ഒരു സ്ഥലത്ത് ആ കാർമേഘം മഴ ചൊരിഞ്ഞു. ഫഇദാ ഷർജത്തും മിൻ തിൽക ശിറാജി ഖദ് ഇസ്തൗഅബത് ദാലികൽ മാഅ കുല്ലഹു ഫതതബ്ബഅൽ മാ. അതോടുകൂടി അവിടെ നിന്ന് ഒരു കിടങ്ങ് തീരുകയായി. അതിൽ ഈ വെള്ളം മുഴുവൻ നിറഞ്ഞു ഒലിക്കുകയും ഒഴുകുകയുമായി. അപ്പോഴാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തൻ്റെ കൈക്കോട്ട് കൊണ്ട് ആ വെള്ളം തിരിക്കുന്നു, തോട്ടം നനക്കുന്നു. അപ്പോഴാണ് ഇതിന് സാക്ഷിയായ ഈ അശരീരി കേട്ട വ്യക്തി ഈ തോട്ടം നനക്കുന്ന വ്യക്തിയോട് താങ്കളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ പേര് പറഞ്ഞപ്പോൾ കാർമേഘത്തിൽ നിന്ന് കേട്ട അതേ പേരാണ്. അപ്പോൾ എന്തിനാണ് എൻ്റെ പേര് അങ്ങ് ചോദിച്ചതെന്ന് ഈ വെള്ളം തിരിച്ചുവിടുന്ന വ്യക്തി ചോദിച്ചപ്പോൾ അപരൻ പറഞ്ഞത്, ഇന്നി സമീഅതു സൗതൻ ഫിസ് സഹാബില്ലദീ ഹാദാ മാഉഹു. ഈ വെള്ളം ഏതൊരു കാർമുകിലിൽ നിന്നാണോ അതിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. അതിൽ പറയുന്നത് ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ നനപ്പിക്കാനാണ്. നിങ്ങളുടെ പേര് പറഞ്ഞാണ് ആ ശബ്ദമുണ്ടായത്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തി ആരായുകയും തോട്ടം നനക്കുന്നവൻ അതിൻ്റെ വിഷയങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു എന്നാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് കാർമുകിൽ അതെന്തുകൊണ്ട് മുസഖർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി സഞ്ചരിച്ച് അള്ളാഹു കൽപ്പിക്കുന്നതിനനുസരിച്ച് മഴ ചൊരിയുന്ന പ്രകൃതമാണ് അതിനുള്ളത് എന്നതിനാലാണ് എന്ന് മനസ്സിലാക്കാനാണ്. കാർമേഘങ്ങൾ മുസഖറാണ്, വിധേയത്വമുള്ളവയാണ്. കാബുൽ അഹ്ബാർ പറഞ്ഞു, അസ്സഹാബു ഗിർബാലുൽ മത്തർ. കാർമേഘങ്ങൾ മഴയുടെ ഗിർബാലാണ്. ഗിർബാൽ എന്ന് പറഞ്ഞാൽ അരിപ്പ. വലൗല സഹാബ്, കാർമേഘങ്ങളില്ലായിരുന്നുവെങ്കിൽ ലഅഫ്സദൽ മതറു മാ യഖഉ അലൈഹി മിനൽ അർദ്. ഏതൊരു മണ്ണിലാണോ മഴ വീഴുന്നത് അവിടം മഴ നാശമുണ്ടാക്കുമായിരുന്നു. ആകാശത്തിൽ നിന്ന് മഴ ഒരു പ്രവാഹം കണക്കെ ഭൂമിയിലേക്ക് കുത്തി വീണാൽ ഭൂമിക്കുപരിതലം ഒരിക്കലും വാസയോഗ്യമാകില്ല. നാശങ്ങളും നാശനഷ്ടങ്ങളും അനിയന്ത്രിതമായിരിക്കും. പക്ഷേ കാർമേഘം എന്ന ഗിർബാൽ അരിപ്പയിലൂടെ മഴവെള്ളത്തെ അരിച്ച് തുള്ളികളാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നത്, വതസ്ഖീറുഹു ബഅസുഹു മിൻ മക്കാനിൻ ഇലാ മക്കാൻ. കാർമേഘത്തെ തസ്ഖീർ എന്ന് പറഞ്ഞാൽ വിധേയമാക്കൽ. അതെന്താ? കാർമേഘത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അയക്കലും നിയോഗിക്കലുമാണ്. വക്കീൽ പറയപ്പെട്ടിട്ടുണ്ട്, തസ്ഖീറുഹു, കാർമേഘത്തെ തസ്ഖീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുബൂത്തുഹു ബൈന സമാഇ വൽ അർദ്, വാനത്തിനും ഭൂമിക്കും ഇടയിൽ കാർമേഘത്തെ പിടിച്ചു നിർത്തലാണ്. ബില അലാഖത്തിൻ തുംസിക്കുഹു, ഈ കാർമേഘം അതിനെ പിടിച്ചു നിർത്തുന്ന യാതൊരു അലാഖത്തുമില്ലാതെ വാനത്തിനും ഭൂമിക്കുമിടയിൽ കാർമേഘം നിലകൊള്ളുന്നു. ഭാരിച്ച കാർമേഘങ്ങൾ, നിറഞ്ഞ ജലം നിലനിൽക്കുന്ന മലകൾക്ക് സമാനമായ കാർമേഘങ്ങൾ. ഈ കാർമേഘങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ കെട്ടിത്തൂക്കപ്പെട്ടവയല്ല, ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തൂണ് കൊടുത്ത് താങ്ങി നിർത്തപ്പെടുന്നവയുമല്ല. സമാഇനും അർദിനും ഇടയിൽ, സമാഇന് നേരെ കയറി പോകാതെ ഭൂമിക്ക് മുകളിൽ പൊളിഞ്ഞു വീഴാതെ ഇവ തങ്ങി നിൽക്കുകയാണ്. ഈ ഒരു പ്രത്യേകത സഹാബിനുള്ളതുകൊണ്ടാണ് വസ്സഹാബിൽ മുസഖർ എന്ന് അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായത്. പല പണ്ഡിതന്മാരും പറഞ്ഞത് കാർമുകിലുകളിൽ ജലസാന്നിധ്യം വളരെ വലുതാണ്. മഴ പെയ്താലുണ്ടാകുന്ന ജലപ്രവാഹം നോക്കൂ, കുത്തൊഴുക്കുകൾ നോക്കൂ, കരയിലും കടലിലും പെയ്യുന്ന മഴയുടെ അളവുകൾ നോക്കൂ. ഇതൊക്കെയും കാർമുകിലുകളിലുള്ളതാണ്. എന്നിട്ടും ഈ കാർമേഘം ഭൂമിക്കിടയിൽ നിലകൊള്ളുന്നു. എങ്ങനെ? ബില അലാഖത്തിൻ തുംസിക്കുഹു വല ദഅമത്തിൻ തുസ്നിദുഹു. പണ്ഡിതന്മാർ പറയുകയാണ്, അതിനെ താങ്ങി നിൽക്കുന്ന ഒരു താങ്ങില്ല, അതിനെ പിടിച്ചു നിർത്താൻ കെട്ടിത്തൂക്കിയ നിലയിലൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാർമുകിലുകൾ സമാഇനും ഭൂമിക്കുമിടയിൽ ഇങ്ങനെ വർത്തിക്കുവാൻ വിധിച്ചു. അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമായി ഈ കാർമുകിലുകൾ അത്ഭുതകരമാം വിധം വർത്തിക്കുന്നു. പല വർണ്ണങ്ങളിൽ കാർമേഘങ്ങൾ, പല വലിപ്പങ്ങളിൽ കാർമേഘങ്ങൾ, പല ആകൃതിയിൽ കാർമേഘങ്ങൾ, പല പ്രകൃതിയിൽ കാർമേഘങ്ങൾ, സ്പീഡിൽ കുതിച്ച് പായുന്ന കാർമേഘങ്ങളുണ്ട്, സാവകാശത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർമേഘങ്ങളുണ്ട്, ഉറച്ച പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കാർമേഘങ്ങളുണ്ട്, ചെറിയ വലിപ്പത്തിൽ കാർമേഘങ്ങൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അംസാലിൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനമായ കാർമേഘങ്ങളുണ്ട്. കാർമേഘങ്ങളിൽ ആധുനിക ശാസ്ത്രം ഏറ്റവും വലിയൊരു അത്ഭുതമായി കണ്ടെത്തിയ അസഹാബു സിഖാൽ, ഭാരിച്ച കാർമേഘങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവ എന്ത് എന്നത് നമുക്ക് ചിലത് ഇവിടെ വഴിയെ സൂചിപ്പിക്കാം.
കാർമേഘങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളേറെയാണെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ദൃഷ്ടാന്തം എന്നത് മനസ്സിലാക്കുവാൻ പണ്ഡിതന്മാർ സൂചിപ്പിച്ച ചില കാര്യങ്ങളെയാണ് ഇവിടെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത്. കാർമേഘങ്ങൾ ജലകണികകളും ഐസും മാത്രമല്ല, അതിൽ പൊടിയും വായുവും പല രാസവസ്തുക്കളും കുടിക്കൊള്ളുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ അസഹാബുത്തബഖി എന്ന പേരിൽ കാർമേഘങ്ങളുടെ ഒരു വകുപ്പിനെ ചില പണ്ഡിതന്മാർ എണ്ണിയത് കാണാം. എന്നിട്ട് ആ കാർമുകിലിന്റെ ചില പ്രത്യേകതകൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി എന്ന് തുടങ്ങിയ വചനത്തിൽ അസ്സഹാബുർ റുകാമി എന്ന ഒരു തരം കാർമേഘങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ ഉണർത്തി. എന്നിട്ട് അതിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും അവർ വിശദീകരിച്ചു. മൂന്നാമതൊരു തരം കാർമേഘങ്ങൾ അസ്സഹാബുൽ മുഅസ്സിറാണ്. വഅൻസൽനാ മിനൽ മുഅസ്സിറാതി മാഅൻ സജ്ജാജ എന്ന ആയത്തിൽ പരാമൃഷ്ടമായ അൽ മുഅസ്സിറാത്ത് എന്ന കാർമേഘത്തിന്റെ പേരിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു അസ്സഹാബുൽ മുഅസ്സിർ എന്ന വകുപ്പിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതയും അതേപോലെ സവിശേഷതയും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഞാനിത് കേൾപ്പിച്ചത് കാർമേഘങ്ങളെല്ലാം ഒരേ തരത്തിലും ഒരേ ഭാവത്തിലും പ്രകൃതത്തിലുമല്ല, പല പ്രത്യേകതകളിലും പ്രകൃതത്തിലുമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കാർമേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങൾ പല നിലക്കുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയും. ഇതിലൊക്കെ വലിയ ഗവേഷണങ്ങൾ ശാസ്ത്രലോകത്തുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് വിസ്തൃതരായ പല ശാസ്ത്രജ്ഞന്മാരും ഈ കാർമേഘങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പഠനം നടത്തി പറയുകയും ഉണ്ടായിട്ടുണ്ട്. ചില സൂചനകൾ ഞാനിവിടെ നൽകിയെന്ന് മാത്രം. ഞാൻ പറഞ്ഞതുപോലെ അസ്സഹാബു സിഖാൽ, ഭാരിച്ച കാർമേഘങ്ങൾ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് പറഞ്ഞ കാർമേഘത്തിന്റെ വകുപ്പ് ശാസ്ത്രം ഏറെ പഠന വിഷയമാക്കിയ ഒരു മേഖലയാണിത്. സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ യുരീഖുമുൽ ബർഖ ഖൗഫൻ വ തമഅ വയുൻശിഉസ് സഹാബസ് സിഖാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിക്കുന്നു, പേടിയും പ്രത്യാശയും ജനിപ്പിക്കുമാറ്. വയുൻശിഉസ് സഹാബസ് സിഖാൽ, അവൻ ഭാരിച്ച കാർമേഘങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്. അല്ലാഹുവിൻ്റെ മഴയാകുന്ന റഹ്മത്തിന് മുന്നോടിയായി കാറ്റിനെ അയക്കുന്നവനാണ് അവൻ. അങ്ങനെ ഈ കാറ്റ് സഹാബൻ സിഖാലിനെ വഹിച്ചാൽ നിർജീവമായ നാട്ടിൽ അതിനെ നാം മഴയായി പെയ്യിപ്പിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ഇവിടെ റഅദിൽ പറഞ്ഞ അസ്സഹാബു സിഖാൽ, സൂറത്ത് ആറാഫിൽ പറഞ്ഞ സഹാബൻ സിഖാലൻ, ഭാരിച്ച കാർമേഘങ്ങൾ. മാനത്തേക്ക് നമ്മൾ നോക്കിയാൽ എല്ലാ കാർമേഘങ്ങളും ഭാരിച്ചവയായി നമ്മൾ കാണുന്നില്ല. കാർമേഘങ്ങൾ ലഘുവായി, വളരെ ചെറുതായി, കുതിച്ച് പായുന്നവയായി, കാറ്റിൽ പെട്ടെന്നൊഴുകുന്നവയായി ഒക്കെ നമ്മൾ കാണുന്നു. എന്നാൽ ചില കാർമേഘങ്ങൾ ഭാരിച്ച് കനം തൂങ്ങി രൗദ്രഭാവം പൂണ്ട് മാനത്ത് നിലകൊള്ളുകയും ചലിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. അസ്സഹാബു സിഖാൽ പഠന വിധേയമാക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രത്യേകത വലിയ അളവിൽ അത് ജലം പേറുന്നു എന്നുള്ളതാണ്, മഴയെ വഹിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രം ഇത്തരം മേഘക്കീറുകളെ, അത് ഉൾക്കൊണ്ട ജലാംശം, മഴ, ഇതിനെ അളക്കാനും തൂക്കാനും ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ചെറിയ ഒരു അളവ് കാർമേഘത്തിൽ തന്നെ എത്രയോ മില്യൺ ടണ്ണുകൾ ജലമാണ് വഹിക്കപ്പെടുന്നത്, കുടികൊള്ളുന്നത് എന്ന് കണ്ടെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഒരു കാർമേഘത്തിൻ്റെ പ്രത്യേകത ആധുനിക ശാസ്ത്രലോകത്തിൻ്റെ പഠനത്തിൽ വിശുദ്ധ ഖുർആന്റെ വലിയ ഒരു മുഅ്ജിസത്ത്, ദൃഷ്ടാന്തം ഇതാണെന്ന് വിധിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും കാർമേഘം ധാരാളം ദൃഷ്ടാന്തങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെയും കാരുണ്യത്തെയും ഒരുപോലെ വിളിച്ചറിയിക്കുവാൻ എത്രയും മതിയായ ദൃഷ്ടാന്തമാണ് കാർമേഘം. വസ്സഹാബിൽ മുസഖർ, അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ പലത് പണ്ഡിതന്മാർ പറയുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയതും മതിയായതും അതുൾക്കൊണ്ട മഴയും വെള്ളവും തന്നെയാണ്. അന്ന് അങ്ങ് ഷാമിലെ ദിമഷ്കിൽ കൊടിയ വരൾച്ച നേരിട്ട ഒരു സംഭവം. മുആവിയ ഇബ്നു അബി സുഫിയാൻ ഭരണാധികാരിയായിരിക്കെ റളിയല്ലാഹു അൻഹുമ, ആ വരൾച്ചയിൽ ദിമഷ്ക് ഏറെ പരീക്ഷിക്കപ്പെട്ടു. മുആവിയ റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറിയിരുന്നു.
എന്നിട്ട് ആളുകളോട് ഐന യസീദ് ബിനു അൽ അസ്വദിൽ ജുറഷി എന്ന് യസീദ് ബിനുൽ അസ്വദ് അൽ ജുറഷിയെ അന്വേഷിച്ചു തിരക്കി. ആളുകൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് മിമ്പറിൽ കയറാൻ ആവശ്യപ്പെട്ടു. യസീദ് ബിനുൽ അസ്വദ് മിമ്പറിൽ കയറി. മുആവിയ അദ്ദേഹത്തിൻ്റെ ഇരു കാലുകൾക്കടിയിൽ ഇരുന്നു. ഭരണാധികാരി മുആവിയ അള്ളാഹുവിനോട് കേണു, അല്ലാഹുമ്മ ഇന്നാ നസ്തശ്ഫിഉ ഇലൈക അൽ യൗമ ബിഖൈരിന വ അഫ്ദലിന. അള്ളാഹുവെ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനും ഉത്തമനുമായ വ്യക്തിയെ കൊണ്ടാണ് ഞങ്ങൾ നിന്നിലേക്ക് ദുആ ഇരക്കുന്നത്, ശുപാർശ തേടുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്തശ്ഫിഉ ഇലൈക അൽ യൗമ ബി യസീദ ഇബ്നി അൽ അസ്വദിൽ ജുറഷി. യസീദ് ഇബ്നുൽ അസ്വദുൽ ജുറഷിയെ കൊണ്ടാണ് ഞങ്ങൾ നിന്നിലേക്ക് ഇന്ന് ദുആ തേടുന്നത്. എന്നിട്ട് മുആവിയ പറഞ്ഞു, യാ യസീദ് ഇർഫഅ യദൈക ഇലല്ലാഹ്. യസീദ്, അങ്ങ് അള്ളാഹുവിലേക്ക് താങ്കളുടെ ഇരു കരങ്ങളെയും ഉയർത്തിയാലും. അതോടെ അദ്ദേഹം തൻ്റെ ഇരു കരങ്ങളും മാനത്തേക്ക് ഉയർത്തി. യസീദ് എന്നവർ ജനങ്ങളും അവരുടെ കൈകൾ മാനത്തേക്ക് ഉയർത്തി. സംഭവം നിവേദനം ചെയ്യുന്ന സുലൈം ഇബ്നു ആമിറുൽ ഖബായിരി പറയുകയാണ്, ദുആക്ക് വേണ്ടി യസീദ് ഇബ്നുൽ അസ്വദിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൈകൾ മാനത്തേക്ക് ഉയർത്തിയപ്പോൾ ഫമാ കാന ഔശക അൻ സാറത് സഹാബത്തും ഫിൽ ഖർബ് കഅന്നഹ തുർസുൻ. പടിഞ്ഞാറിൽ നിന്നൊരു കാർമേഘം ഒരു പരിച കണക്കെ വരികയുണ്ടായി. വഹബ്ബത് ലഹാ റീഹുൻ. അതിനു നേരെ ഒരു കാറ്റും ആഞ്ഞു വീശി. ഫസുഖീന. അങ്ങനെ ഞങ്ങൾക്ക് മഴ കനിയപ്പെട്ടു. ഹത്താ കാദൻ നാസു അൻ ലാ യബ്ലുഗു മനാസിലഹും. എത്രത്തോളം മഴ വന്നു, ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് എത്താൻ കഴിയാത്ത വിധം മഴ കോരിച്ചൊരിയുകയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാർമേഘത്തിൻ്റെ ദൃഷ്ടാന്തം എവിടെ എന്നതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ കാർമേഘം കനിയുന്ന മഴ തന്നെയാണ്. മേലായ റബ്ബിൻ്റെ കാരുണ്യത്തെയും കഴിവിനെയുമാണ് കാർമുകിൽ ചൊരിയുന്ന, അത് വഹിക്കുന്ന മഴജലം വിളിച്ചറിയിക്കുന്നത്. കാർമേഘത്തിൻ്റെ ധർമ്മം ജലത്തിലും മഴയിലും പരിമിതമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേല്യരെ മരുപ്പറമ്പിൽ ആദരിച്ചപ്പോൾ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പലതാണ്. അതിൽ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ വിഷയമാണ് വദല്ലൽന അലൈക്കുമുൽ ഗമാമ വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ എന്ന്. ആ മരുപ്പറമ്പിൻ്റെ വിജനതയിൽ തലക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്ന നിലയിൽ കഴിയുമ്പോൾ കാർമുകിലിനെ നിയോഗിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേല്യർക്ക് തണൽ വിരിച്ചത്, അവർക്ക് മേൽക്കൂര ഒരുക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വദല്ലൽന അലൈക്കുമുൽ ഗമാം. ഗമാം എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് കാർമേഘത്തെയാണ്. കാർമേഘത്തിന് ഖസഅത്ത് എന്ന പ്രയോഗം ഹദീസിൽ വന്നത് നമ്മൾ മുമ്പ് കാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തിയപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, മാ നറാ ഫിസ് സമാഇ ഖസഅതൻ. ആകാശത്തിൽ ഞങ്ങൾ ഒരു ഖസഅയെയും കണ്ടില്ല എന്നാണ്. ഖസഅ എന്ന് പറഞ്ഞാൽ കാർമേഘം. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി ദുആ ചെയ്യേണ്ട താമസം ഹത്ത സാറ സഹാബു അംസാലൽ ജിബാൽ എന്നാണ്. കാർമേഘങ്ങൾ പർവ്വതങ്ങൾക്ക് സമാനമായി ആഗതമായി എന്നാണ്. അങ്ങനെ ഫമാ യുശീറു ബിയദിഹി ഇലാ നാഹിയത്തി മിനസ് സഹാബ് ഇല്ലം ഫറജത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാർമേഘത്തിന് നേരെ കൈ ചൂണ്ടിയപ്പോൾ പർവ്വത സമാനമായി കടന്നു വന്ന കാർമേഘങ്ങൾ അത് പലയിടത്ത് ചിതറി അങ്ങനെ മഴയായി പെയ്തു എന്നുള്ളത് വായിക്കുന്നു നമ്മൾ. ഗൈം എന്ന പ്രയോഗം കാർമേഘത്തിന് വന്നത് അതുപോലെ ഹദീസിൽ കാണാം. അബു അൽ മലീഹ് പറയുകയാണ്, ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞങ്ങളൊരു യുദ്ധത്തിലായിരിക്കെ അന്ന് ആ യുദ്ധ ദിവസം ഫീ യൗമി ഗൈമിൻ, ഗൈമിൻ്റെ ദിവസമായിരുന്നു എന്നാണ്. കാർമേഘം തിങ്ങി നിന്ന ദിവസം. അപ്പം അദ്ദേഹം ബക്കിറു ബി സലാത്തിൽ അസർ നിസ്കാരം വേഗത്തിലാക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, മൻ തറക സലാത്തൽ അസ്രി മുതഅമ്മിദൻ അഹ്ബതല്ലാഹു അമലഹു. അസർ നിസ്കാരം ബോധപൂർവം ഉപേക്ഷിക്കുന്നവൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗൈമിനാൽ നമുക്ക് അസർ നിസ്കാരം പാഴാക്കാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. ഗൈം എന്ന് കാർമേഘങ്ങൾക്ക് പറയും. കാർമേഘം സൂര്യപ്രകാശത്തെ, സൂര്യൻ്റെ ചൂടിനെ മൂടുകയും സൂര്യൻ്റെ ചലനത്തെ മറക്കുകയും ചെയ്യുന്ന പ്രത്യേകതയുള്ളതിനാലാണ് ആ പേര് കാർമേഘത്തിന് പറയപ്പെട്ടുള്ളത്. ഇതുപോലെ അനാനസമ എന്ന് കാർമേഘത്തിന് തിരുമൊഴികളിൽ കാണാം. ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസമ. മനുഷ്യ, നിന്റെ തെറ്റുകൾ കാർമേഘത്തോളം എത്തിയാലും സുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഗഫർതു ലക വല ഉബാലി, ഞാൻ നിനക്ക് പൊറത്തു തരും, ഞാൻ അത് പ്രശ്നമാക്കുകയില്ല എന്ന്. ഇവിടെ അനാനസമയിലേക്ക് നിന്റെ കുറ്റങ്ങൾ എത്തിയാലും എന്ന് പറഞ്ഞാൽ കാർമേഘത്തോളം നിന്റെ കുറ്റം എത്തിയാലും എന്നാണ് അത് അർത്ഥമാക്കുന്നത്.
കാർമേഘത്തിൻ്റെ പ്രത്യേകതകളെ പരിഗണിച്ച് ഇതുപോലത്തെ പ്രയോഗങ്ങൾ, പേരുകൾ പലത് നമ്മൾ പ്രമാണവചനങ്ങളിൽ വായിക്കുന്നു. കാർമേഘങ്ങൾക്കുള്ള പേരുകൾ അറബിയിൽ അതിൻ്റെ പ്രത്യേകത പരിഗണിച്ച് പലതാണ്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകം രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഹദീസിൽ ഒരു സംഭവം അതിവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. കാർമേഘത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആനിലും അതുപോലെ തിരുമൊഴിയിലും വന്നത് അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. ആരിദ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാർമേഘത്തിന് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അത് എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅ സഹാബൻ മുഖ്ബിലൻ മിൻ ഉഫഖി മിനൽ ആഫാഖ് ഫിസ്സമാ, ആകാശത്തിലെ ഏതെങ്കിലും ചക്രവാള ഭാഗത്ത് നിന്ന് ഒരു കാർമേഘം വരുന്നത് കണ്ടാൽ അഖ്ബല വ അദ്ബറ വ ദഖല വ ഖറജ വ തഗയ്യറ വജ്ഹുഹു വ തറക മാ ഹുവ ഫീഹി മിനൽ അമൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോകും, പിന്നോട്ടായും, വീട്ടിലേക്ക് പ്രവേശിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങും, അവിടുത്തെ മുഖം മാറും. ഏതൊരു കർമ്മമാണോ ചെയ്തിരുന്നത് ആ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതിയാക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹു, തിരുദൂതരെ ആളുകൾ ഗൈമിനെ കണ്ടാൽ അഥവാ കാർമേഘത്തെ കണ്ടാൽ സന്തോഷിക്കും. റജാ യകൂന ഫീഹിൽ മതർ, ആ കാർമേഘത്തിൽ മഴയുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിൽ. വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയ, അങ്ങ് കാർമേഘത്തെ കണ്ടാൽ താങ്കളുടെ മുഖത്ത് അനിഷ്ടം അറിയപ്പെടുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, യാ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബുൻ, ആ കാർമേഘത്തിൽ ശിക്ഷയുണ്ടാകുക എന്ന വിഷയത്തിൽ എനിക്ക് നിർഭയത്വം തരുന്നത് എന്താണ്? ലഅല്ലഹു കമാ ഖാല ഖൗമു ആദിൻ, ഒരു വേള ആ കാർമേഘം ആദ് ജനത പറഞ്ഞതുപോലെ ആയേക്കാം. എന്താണ് അവർ പറഞ്ഞത്? ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം, ആദ് ഗോത്രത്തിലെ അവരുടെ താഴ്വാരങ്ങൾക്ക് നേരെ ഒരു കാർമുകിൽ വരുന്നത് അവർ കണ്ടപ്പോൾ എന്താ അവർ പറഞ്ഞത്? ഖാലു, അവർ പറഞ്ഞത് ഹാദാ ആരിദു മുംതിറുന, നമുക്ക് മഴയായി പെയ്യുന്ന കാർമേഘമാകുന്നു ഇത് എന്നാണ്. ബൽ ഹുവ മസ്തഅജൽതും ബിഹ്, ആ കാർമേഘം മഴയായിരുന്നില്ല, പ്രത്യുത ആദ് ഗോത്രം ധൃതി കാണിച്ച ശിക്ഷയായിരുന്നു. റീഹും ഫീഹാ അദാബുൻ അലീം, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റായിരുന്നു ആ കാർമേഘം എന്നതാണ്. എന്നിട്ട് തിരുനബി പറഞ്ഞു, ഇന്നി ഖശീതു അൻ യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ മേൽ ആധിപത്യമരുളപ്പെട്ട ശിക്ഷയാകുമോ എന്ന് ഞാൻ ഭയന്നു എന്നാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ ഒരു സംഭവം സഹാബ്, ഗൈമ്, ആരിദ് എന്നീ പേരുകളെ കാർമേഘത്തിന് വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. കാർമേഘം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാർമേഘം മഴയെ കൊണ്ടുവരുന്നതാണ് എന്നത് കാർമേഘത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. പക്ഷേ കാർമേഘം മഴ മാത്രമല്ല കൊണ്ടുവരിക കാർമേഘത്തിൻ്റെ പ്രത്യേകത, അതിലുള്ള ദൃഷ്ടാന്തം അത് മറ്റു പലതുമുണ്ട് എന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇടിയും മിന്നലും അതേപോലെ ഇടിവാളുമൊക്കെ ഈ കാർമേഘങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയങ്ങളാണ്. ഇടിനാദം മുഴങ്ങുന്നത്, മിന്നൽ പിണർ സംഭവിക്കുന്നത്, അപ്രകാരം സായിഖത്ത് ഇടിത്തി എന്ന പ്രതിഭാസവും ഘോരശബ്ദവും ഇതൊക്കെ കാർമേഘവുമായി ബന്ധപ്പെട്ട് അതിലെ ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പരാമൃഷ്ടമാകേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിൽ ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുൻശിഉ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال എന്ന് പറഞ്ഞ വചനത്തിൽ സൂറത്ത് റഅദിലെ 12-13 വചനങ്ങളിൽ കാർമേഘത്തെക്കുറിച്ച് പറയുന്നു, ഇടിനാദത്തെക്കുറിച്ച് പറയുന്നു, അതേപോലെ ഇടിത്തീനെ കുറിച്ചും മിന്നലിനെ കുറിച്ചുമൊക്കെ പറയുന്നു. ബർക്ക്, അതേപോലെ അസ്സഹാബു സിഖാൽ, റഅദ്, അപ്രകാരം അസ്സവായിഖ് മിന്നൽ, ഭാരിച്ച കാർമേഘങ്ങൾ, ഇടിനാദം, അപ്രകാരം സവായിഖ് ഇടിത്തി, ഇതൊക്കെ കാർമേഘങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയും കാർമേഘവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളെയും അറിയിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദ് എന്ന ആ വചനത്തിൽ ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ പലതാണ് എന്ന് വായിക്കുമ്പോൾ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളെയാണ് ഈ കാർമേഘം തന്നെ ഉൾക്കൊള്ളുന്നത്. അതൊരു വലിയ വിഷയവുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനിയും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് അടുത്ത എപ്പിസോഡിൽ. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.